അപ്പോ കൊല്ലം ജില്ലയിലൂടെയുള്ള ഈ സവാരി ഗിരിഗിരിയുടെ പ്രയാണം തുടരുകയാണ്. വിനീത, ഉച്ചയാവാറായി. നമുക്ക് ഈ ഗ്രാമങ്ങളിലൊക്കെ എന്താണ് ഒരു സാഹചര്യം എന്നൊക്കെ ഒന്ന് അറിയണ്ടേ? അതെ, വീട്ടിൽ കയറി വീട്ടമ്മമാരെയൊക്കെ ഒന്ന് കാണണം. നേരെ അങ്ങോട്ടൊക്കെ നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് കൊട്ടാരക്കര മണ്ഡലത്തിലെ ചാരുമുകൾ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിലൊന്ന് കയറി നോക്കാം. അവർക്ക് എന്താണ് തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അല്ലെ? ഇപ്പൊ വീട്ടമ്മമാരൊക്കെ ഇപ്പൊ കുക്കിങ്ങിന്റെ ഒക്കെ ഒരു തിരക്കായിരിക്കും. ഒന്ന് നോക്കാം, ഇവിടെ ഒരു വീട് കാണാം, ഒന്ന് കയറി നോക്കാം. ഓക്കെ. ചേച്ചി, പുറത്ത് ഭയങ്കര ചൂടാണ്. എങ്ങനെയുണ്ട് ഇന്ന്? ഒരു കുറവുണ്ട്? ഭയങ്കര ചൂട് തന്നെ, ഒരു കുറവും ഇല്ല ചൂടിന്. ഒരാഴ്ച കൊണ്ട് ഓരോ ദിവസം കഴിയുന്നൊരു കൂടി കൂടി ചേട്ടാ, തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങോട്ട് വലിയ ചൂടായിട്ടില്ല. പിന്നെ അലോട്ട്മെന്റ് ഒക്കെ നമ്മൾ ഡൽഹിയിൽ നിന്ന് വരിക. അപ്പൊ അവിടേക്ക് കേൾക്കുന്നു കൊല്ലത്തി തവണ പല മണ്ഡലങ്ങളിലും ഇവിടെ ഇത് കൊട്ടാരക്കര മണ്ഡലം, ഇവിടെയൊക്കെ കടുത്ത മത്സരം നടക്കുന്നുണ്ട്. പക്ഷെ ഈ നാട്ടുമ്പുറത്തോട്ട് വലിയ ഇതായിട്ട് വന്നിട്ടില്ല. കാലാവസ്ഥയുടെ ചൂട് ഇങ്ങോട്ടേക്ക് എത്തിയില്ല. പരിക്കാത്തൊന്നും ഇരിക്കാൻ ഒക്കത്തില്ല, ഭയങ്കര ചൂടാണ്. ഇതെന്താ ഗ്യാസ് തീർന്നിട്ട് എടുത്ത് വെച്ചേക്കാണോ? ഗ്യാസ് കിട്ടാനില്ല, അതുകൊണ്ട് എടുത്ത് വച്ചിരിക്കുക. ബുക്ക് ചെയ്തിട്ട് ഗ്യാസ് എടുത്ത് വെച്ചേക്കുക. ഇതുവരെ വന്നില്ല. അപ്പൊ ഗ്യാസ് ഒക്കെ തീർന്നു. ഗ്യാസ് തീർന്നു. അപ്പൊ എങ്ങനെയാ ഇന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയത്? ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി. പഴയ പോലെ വിറകിലേക്കൊക്കെ വിറവുണ്ട് നമുക്ക്. ഇല്ലാത്ത വരുന്ന ആളുകൾക്കാണ്. അതെ. ഇതിപ്പോ എത്ര ദിവസമായി? ഇതിപ്പോ തീർന്നിട്ട് 10 ദിവസമായി. എന്താ പറയുന്ന അവര്? തരാന്ന് പറഞ്ഞു 45 ദിവസമാണെന്ന് ഇപ്പം പറഞ്ഞേക്കണത് ഗ്യാസ് കിട്ടാനുള്ള. ഈ ഇലക്ഷന്റെ ഒക്കെ ഒരു അവസ്ഥ എങ്ങനെയാ തോന്നുന്നു ഇത്തവണ? ഇലക്ഷന്റെ വലിയ ചൂടൊന്നും ഇവിടെ വന്നിട്ടില്ല. എല്ലാ വർഷത്തെയും പോലെയുള്ള എല്ലാ പ്രാവശ്യമുള്ള ഇലക്ഷന്റെ ചൂട് ഇപ്രാവശ്യം ഇല്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ചേച്ചി, ഇന്ന് എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്പെഷ്യൽ ഒരു തീയലും വെച്ച് ഒരു മത്തങ്ങ കറിയും വെച്ച്. സ്പെഷ്യൽ തീയൽ. പിന്നെന്താ, നമ്മള് നല്ല മൺകലത്തിലും അതാണ് കൊട്ടാരക്കാരുടെ സ്പെഷ്യൽ തീയൽ. അതെ, മത്തങ്ങ എരിശ്ശേരി. മത്തങ്ങ എരിശ്ശേരി. ഇപ്പൊ നമ്മള് ഇലക്ഷന്റെ ഒക്കെ സമയം, എന്താ മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാവുന്ന ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ഒരു മാറ്റവും ഇല്ല മക്കളെ. ഞാൻ ജനിച്ചപ്പോ മുതല് ഞാൻ LDF ആണ്. എന്റെ വീട് കടയ്ക്കൽ ചിറ പഞ്ചായത്തില് മധുര വാർഡാണ് ഞാൻ. എന്റെ സഹോദരന്മാരെല്ലാം LDF-കാരാണ്. ഞാനും ആ LDF-ൽ തന്നെ. ചേച്ചി അപ്പൊ ഉറച്ച വോട്ടാണ്? എന്റെ വോട്ട് ഉറച്ച വോട്ട്. ആര് വന്നാലും പോയാലും നമ്മളെങ്ങോട്ടും ഇല്ല. ഇല്ല. എന്റെ ഭർത്താവല്ല. പക്ഷെ രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. വീട്ടിലപ്പോ രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യാം? രാഷ്ട്രീയവും ചർച്ച ചെയ്യാം. ചേട്ടൻ എവിടെയാ? ചേട്ടനപ്പോ വേറെ പാർട്ടിയല്ലേ? ചേട്ടനപ്പോ വേറെ രാഷ്ട്രീയം. ആ തീയലിന്റെ കൂട്ട് പറഞ്ഞിരുന്നതിന്റെ സമയത്ത് ചേച്ചി ഞങ്ങൾക്കൊരു ടിപ്പും കൂടി പറഞ്ഞു തന്നു. ചേട്ടൻ വേറെ പാർട്ടിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കായിരുന്നു. ഇപ്പൊ ഞങ്ങള് എന്റെ ഹസ്ബൻഡാ, ഞങ്ങൾ ഒന്നിച്ചാ ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ കുറച്ച് രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യും. ചിലപ്പോ ഞങ്ങൾ ചർച്ച ചെയ്ത് അടിയൊക്കെ ഉണ്ടാക്കും. എനിക്ക് കൊച്ചിലെ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും മനസ്സിൽ രാഷ്ട്രീയമുണ്ട്. നമ്മളൊരു പാർട്ടിക്ക് വോട്ട് കൊടുക്കും. രണ്ട് പാർട്ടിയാണ്. ഞാൻ ആ കൂട്ട് കൊടുക്കാൻ ഇന്നേവരെ ചേച്ചിയോട് പറയില്ല. പക്ഷെ ചേച്ചി അത് മനസ്സിലാക്കി. പക്ഷേ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോഴേ, നമ്മളോട് പറഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ടും മാറില്ല എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ കൊച്ചിലെ ഒരു പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പാർട്ടി ചെയ്യുന്നത്. അത് ഇന്നും പോയിട്ടില്ല. അത് നമ്മളെ രാഷ്ട്രീയമുണ്ട്. പക്ഷെ പ്രവർത്തനോ മറ്റു കാര്യങ്ങളോ ഒന്നും അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ആ രാഷ്ട്രീയം തന്നെ. പക്ഷെ നിങ്ങൾ രണ്ടുപേരും രണ്ട് രാഷ്ട്രീയമാണ്. പിന്നെ നമ്മൾ ഒരാളോട് ഇന്നാര് കൂട്ട് കൊടുക്കാൻ പറയത്തും. അപ്പൊ നീളം പയറിന്റെ റെസിപ്പി ഉറപ്പായിട്ടും ഡൽഹി പോയിട്ട് ഞാൻ ബൽറാമിന് ഉണ്ടാക്കി കൊടുക്കും. താങ്ക് യു ചേച്ചി. അപ്പൊ നമ്മള് ഇവിടുത്തെ വീട്ടുവിശേഷങ്ങൾ, ചേട്ടന്റെയും ചേച്ചിയുടെയും രാഷ്ട്രീയവും വീട്ടുവിശേഷങ്ങളും ഒക്കെയാണ് അറിഞ്ഞത്. എന്തായാലും മിസസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരിയുടെ യാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.